മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തു. FB പോസ്റ്റ് പ്രചരിപ്പിച്ചവർക്കെതിരെയും ലീഗ് പരാതി നൽകും. സമൂഹം അംഗീകരിച്ച വ്യക്തികളെ അപമാനിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പ്രതികരിച്ചു. ഷാൻഷനു എന്ന FB ഐഡിയിൽ നിന്നാണ് സാദിഖലി തങ്ങളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന പോസ്റ്റ് വന്നത്. മുസ്ലിം ലീഗ് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ FB അക്കൗണ്ട് അപ്രത്യക്ഷമായി. വ്യാജരേഖ ചമക്കൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പ് ചുമത്തി മലപ്പുറം സൈബർ പോലീസ് കേസെടുത്തു. അടുത്തിടെ ഉണ്ടാക്കിയ അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു പോസ്റ്റ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള സെർവറിലൂടെയാണ് പോസ്റ്റ് ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരം. അന്വേഷണം ആരംഭിച്ച് മലപ്പുറം സൈബർ പോലീസ് അറിയിച്ചു. വ്യാജ പ്രചരണത്തിൽ വേദനയുണ്ടെന്ന് മുനവ്വർ തങ്ങൾ പ്രതികരിച്ചു. സ്വാഭാവികമായും ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ തേജോധം ചെയ്യുമ്പോൾ പ്രയാസമുണ്ടാവും. പക്ഷെ അത് രാഷ്ട്രീയപരമായും നിയമപരമായും നമ്മൾ നേരിടും. അതിനുവേണ്ട എല്ലാ നടപടികളുമായി പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. സാദിഖലി തങ്ങൾക്കെതിരെ പ്രചരണത്തെ CPM-ഉം അപലപിച്ചു. സാദിഖലി തങ്ങൾ ഒരു മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളല്ലേ. അയാൾ കേരളീയ സമൂഹത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്ന ആളാണ്. രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകം ഉണ്ടാവും. വേറെ കാര്യം രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയമായിട്ട് രണ്ട് രാഷ്ട്രീയ നിലപാടായിരിക്കും. രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടൊന്നുമില്ല. ഞങ്ങളങ്ങനെയാണ്. ഞങ്ങളാരും ഈ വ്യക്തിപരമായ ആളുകളെ അപകീർത്തിപ്പെടുത്തിയിട്ട് എന്തെങ്കിലും രാഷ്ട്രീയ കാര്യലാഭം ഉണ്ടാക്കണമെന്ന് ഒരു കാലത്തും ഇടതുപക്ഷം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ചെയ്യാറില്ലേ. മലപ്പുറത്തെ CPM സൈബർ ഹാൻഡിൽ അഫ്സൽ പാണക്കാട് എന്ന അക്കൗണ്ടിനെ മാത്രമാണ് പോസ്റ്റ് വന്ന അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇത് മുൻനിർത്തി പ്രചരണത്തിന് പിന്നിൽ ഇടത് സൈബർ ഹാൻഡിലുകളെന്ന ആരോപണം UDF സൈബർ ഹാൻഡിലുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ച പോസ്റ്റ് ആദ്യം ഷെയർ ചെയ്തത് കൂടുതലും ഇടത് ഹാൻഡിലുകളാണ്. അവർക്കെതിരെയും ലീഗ് ഇന്ന് പരാതി നൽകും. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.